നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇന്റർവ്യൂ ചെയ്യുന്ന നടൻ മോഹൻലാൽ ടീസർ പുറത്തു വന്നപ്പോൾ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ അഭിമുഖം. അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ അഭിപ്രായങ്ങളും വരുന്നുമുണ്ട്. ഇലക്ഷന് മുന്നോടിയായുള്ള PR വർക്കാണ് ഇതെല്ലാം എന്നാണ് വിമർശിക്കുന്നവരുടെ പക്ഷം. രണ്ട് സുഹൃത്തുക്കൾക്കിടയിലെ ലളിത സംഭാഷണമാണിതെന്നും 2011 സമാനമായ രീതിയിലൊരു അഭിമുഖം അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയുമായി മോഹൻലാൽ നടത്തിയിട്ടുണ്ടെന്നുമാണ് ഇന്റർവ്യൂവിനെ അനുകൂലിക്കുന്നവരും പറയുന്നത്. എതിർത്തും അനുകൂലിച്ചും പ്രതികരണം വരുമ്പോഴും ഒരു കാര്യം വ്യക്തമാണ്: അഭിമുഖം വലിയ തോതിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു. വലിയ ആരാധകരുള്ള ഒരു നടനാണല്ലോ മോഹൻലാൽ. കൂട്ടത്തിൽ ഒരാളെന്ന് തോന്നിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ഫ്ലെക്സിബിൾ ശൈലി ആണ് ഇവിടെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തുന്നത്. പിണറായി വിജയനെ പറ്റി പല മുൻധാരണകളും നിലനിൽക്കുന്നുമുണ്ട്. കുറച്ച് ഹാർഡാണ് അദ്ദേഹം, ചിരിക്കാൻ അറിയില്ല എന്നതെല്ലാമാണ് പൊതുധാരണ. മാധ്യമ സൃഷ്ടിയാണ് പിണറായിയെ പറ്റിയുള്ള പൊതുബോധ നിർമ്മിതിക്ക് കാരണമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ചിരിക്കുന്ന ഒരു ചിത്രം പൊതുവിൽ മാധ്യമങ്ങളിലൊന്നും കാണപ്പെടാറില്ല. ഇത്തരത്തിലൊരു ചിത്രം ബോധപൂർവം നൽകുന്നില്ല, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്നു, അതിനായി വലതുപക്ഷ അനുകൂല മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നൊക്കെ ഒരു വിമർശനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം കഠിനഹൃദയനും ധാർഷ്ട്യ നിർഗതമായ ഒരു പിണറായി വിജയന്റെ ഒരു ഇമേജിനെ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുള്ള ഒരു വിമർശനവും നിലനിൽക്കുന്നുണ്ട്. അത്തരം വിമർശനങ്ങളെ മറികടക്കുന്നതിന് ഈ അഭിമുഖം തീർച്ചയായും സഹായിക്കും എന്നതാണ് ഈ ടീസറിൽ നിന്നും മനസ്സിലാക്കാനാവുന്നത്. ചോദ്യങ്ങളോടൊക്കെ സരളമായി പ്രതികരിക്കുന്ന, ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയൊക്കെ ഈ അഭിമുഖം കാട്ടിത്തരുന്നുമുണ്ട്. തുടർച്ചയായി അധികാരം ദുഷിപ്പിക്കും, അതിനാൽ മൂന്നാം വട്ടം ഇടത് സർക്കാർ വരരുത് എന്ന് ഇടത് ബുദ്ധിജീവികൾ പോലും പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ചും കൂട്ടത്തിൽ അവർ ബംഗാളിന്റെ അവസ്ഥയൊക്കെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. ഇത്തരത്തിൽ പങ്കുവയ്ക്കപ്പെടുന്ന ആശങ്കകളെ, ഭീതികളെയൊക്കെ ഒന്ന് മയപ്പെടുത്താനും ഈ അഭിമുഖം കൊണ്ട് ലക്ഷ്യം വെക്കുന്നുണ്ടാവാം. അധികാരത്തിന്റെ ദൈർഘ്യം ധാർഷ്ട്യത്തെ, താൻപോരിമയൊക്കെ കൊണ്ടുവരുമെന്ന ധാരണ പൊതുജനങ്ങളിലേക്ക് പ്രതിപക്ഷവും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പകർന്നു നൽകിയിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുമുണ്ട്. അതിനാൽ അതല്ല വാസ്തവം എന്ന സൂചനകളൊക്കെ ഈ അഭിമുഖത്തിലൂടെ എത്തിക്കാനായി ഇതിന്റെ പിന്നിൽ പ്രവർത്തകർ ശ്രമിക്കുന്നുമുണ്ട്. പിണറായി വിജയന്റെ ചിരിക്കുന്ന മുഖവും ലളിതമായ ഇടപെടലുകളും ഒക്കെ സാധാരണക്കാരായ മനുഷ്യരെ സ്വാധീനിക്കാൻ തക്ക പാകത്തിലുള്ളതുമാണ്. പ്രത്യേകിച്ചും ഓഡിയൻസ് അപ്പീലൊക്കെ വളരെ കൂടുതലായ മോഹൻലാലിനെ പോലെ ഒരാളുടെ കൂടെ മുഖ്യമന്ത്രി ഫ്ലെക്സിബിൾ ആയിട്ടൊക്കെ ഇടപെടുമ്പോൾ, പ്രത്യേകിച്ചും നാളിതുവരെ രാഷ്ട്രീയം വെളിപ്പെടുത്താത്ത ആളാണ് മോഹൻലാൽ. സംഖ്യയൊക്കെ അദ്ദേഹത്തെ പലപ്പോഴും മുദ്ര കുത്തപ്പെടുമ്പോഴും ഇടതുപക്ഷം അദ്ദേഹത്തെ ചേർത്ത് നിൽക്കുന്നതായി നമുക്ക് കാണാനാവും. മോഹൻലാലിനൊപ്പം ചിരിച്ചുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു പിണറായി വിജയനെയാണ് ഈ അഭിമുഖ ടീസറിൽ കാണാനായി സാധിക്കുന്നത്. ഗൗരവക്കാരനായ, ചിരിക്കാൻ അറിയാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന കളത്തിലേക്ക് പിണറായിയെ ഇറക്കി നിർത്താനുള്ള ശ്രമങ്ങളെയാണ് ഇവിടെ പൊളിച്ചെഴുതപ്പെടുന്നതും. മോഹൻലാലിനേക്കാൾ വലിയ അഭിനേതാവാണ് പിണറായി എന്ന ഈ അഭിമുഖത്തെ വിമർശിക്കുന്നവരൊക്കെ ഉണ്ട്. ദേശീയക്കാരൻ എന്ന ഇമേജ് പതിച്ചു നൽകപ്പെട്ടിട്ടുള്ള ആ ഒരു ഇമേജ് തകർക്കാനാണ് ഈ ഇന്റർവ്യൂ ശ്രമിക്കുന്നതും എന്നതിനാലാണ് ഇത്തരത്തിലൊരു വിമർശനം വരുന്നതിനുള്ള കാരണവും. സത്യത്തിൽ പിണറായി ചിരിച്ച് സംസാരിക്കുന്നത് പലർക്കും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ ആവുന്നില്ല എന്നതാണ് ഒരു സത്യം. പ്രതിപക്ഷ നേതാവ് ഈ അഭിമുഖത്തെ പറ്റി പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എതിരഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. ഉമ്മൻചാണ്ടിയുമായി നടത്തിയ അഭിമുഖത്തിന്റെ പഴയ അഭിമുഖത്തിന്റെ ഇരുവർ എന്ന അതേ പേരെ ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കൂട്ടത്തിലെ പൊതിഞ്ഞു പിടിച്ച ഒരു അമ്പുകൂടി അദ്ദേഹം തൊടുത്തു വിടുന്നുമുണ്ട്. കുറഞ്ഞ പക്ഷം ചിരിക്കുന്ന, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന മുഖ്യമന്ത്രിയെ കാണാനെങ്കിലും നമുക്ക് സാധിച്ചല്ലോ എന്ന്. ഇതിൽ നിന്നെല്ലാം കാര്യം വ്യക്തവുമാണ് ഇന്റർവ്യൂ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത്. സിനിമാ താരങ്ങൾ നടത്തിയിട്ടുള്ള പിണറായി വിജയന്റെ അഭിമുഖങ്ങൾ അതെല്ലാം ശ്രദ്ധേയമായിട്ടുള്ളവയുമാണ്. സിനിമാ മേഖലയിലാകട്ടെ അദ്ദേഹത്തിന് പ്രശസ്തരായ നിരവധി ആളുകളുമായിട്ട് സൗഹൃദങ്ങളുമുണ്ട്. അന്തരിച്ച നടൻ ശ്രീനിവാസൻ പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉൾപ്പെടുത്തി നടത്തിയ ഒരു അഭിമുഖം, അതായത് ആദ്യമായി മുഖ്യമന്ത്രിയായ സമയത്ത് നടത്തിയ അഭിമുഖം, അത് വലിയ രീതിയിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയെന്നായിരുന്നു. ഒരു വടക്കൻ വീരഗാഥ എന്ന ടൈറ്റില് കൈരളി TV വന്ന ആ ഇന്റർവ്യൂവിൽ രാഷ്ട്രീയക്കാരനായ പിണറായി അല്ല, കുട്ടിക്കാലമൊക്കെ ഓർത്തെടുക്കുന്ന പിണറായിയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. അതേപോലെ തന്നെ നടി നവ്യ നായർ നടത്തിയൊരു ഇന്റർവ്യൂ, അതും വ്യത്യസ്തമായ ഒന്നായിരുന്നു. ആ ഇന്റർവ്യൂവിലെ അങ്കിൾ എന്നായിരുന്നു പിണറായിയെ നവ്യ വിളിച്ചത്. ഈ രണ്ട് അഭിമുഖങ്ങളും രാഷ്ട്രീയ മേഖലയേക്കാൾ പിണറായിയുടെ വ്യക്തി ജീവിതത്തിൽ ഊന്നിയുള്ളതായിരുന്നു. പിണറായി വിജയൻ മോഹൻലാൽ അഭിമുഖത്തെ 2019 ഏപ്രിൽ 24 സംപ്രേഷണം ചെയ്ത നരേന്ദ്രമോദി അക്ഷയ് കുമാർ ഇന്റർവ്യൂമായും പലരും താരതമ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷന്റെ മൂന്നാം ഘട്ടത്തിന് തൊട്ടു മുൻപായി വന്ന ആ 1 മണിക്കൂർ അഭിമുഖം കേവലം രാഷ്ട്രീയം മാത്രമല്ല എന്ന തരത്തിലാണ് അവതരിപ്പിച്ചത്. മോദിയുടെ ഇമേജ് വളർത്താനുള്ള PR വർക്കായും ഇതിനെ വിമർശകർ കാണുന്നുണ്ട്. 2011 ഉമ്മൻചാണ്ടി മോഹൻലാൽ അഭിമുഖം, അത് കോൺഗ്രസ് പാർട്ടി ചാനലായ ജയ്ഹിന്ദിന്റെ എക്സ്ക്ലൂസീവ് പ്രോഗ്രാം ആയിട്ടാണ് സംപ്രേഷണം ചെയ്തത്. എന്നാൽ 2026 പിണറായി മോഹൻലാൽ അഭിമുഖം
പാർട്ടി ചാനലിന്റെ ചുമതലയിലുള്ളതല്ല. സർക്കാരിന്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ചുമതലയിൽ TK രാജീവ് കുമാറാണ് ഇതിന്റെ സംവിധാന ചുമതല നിർവഹിച്ചിരിക്കുന്നത്. ടെലിവിഷൻ ചാനലുകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവ വഴിയാണ് ഈ അഭിമുഖം ജനങ്ങളിലേക്ക് എത്തുക. 2011 അഭിമുഖം, ഉമ്മൻചാണ്ടി മോഹൻലാൽ അഭിമുഖം കോൺഗ്രസ് പാർട്ടിയുടെ ചുമതലയിലായിരുന്നെങ്കിൽ ഈ പുതിയ അഭിമുഖം സർക്കാർ വകുപ്പിന്റെ ചുമതലയിലാണ് പുറത്തു വരുന്നത്. ഇക്കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടി സർക്കാർ ചിലവിലൊരു PR വർക്ക് എന്ന വിമർശനമൊക്കെ പലരും ഉന്നയിക്കുന്നുമുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, കാലാകാലങ്ങളിൽ അധികാരം കൈയാളിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർക്കാർ സംവിധാനങ്ങളെ പ്രചാരണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു വസ്തുത തന്നെയാണ്. 2011 അഭിമുഖ സമയത്ത് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്നു. തൊട്ടടുത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുകയും ചെയ്തു. 2026 അഭിമുഖം നടക്കുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവിയിലാണുള്ളത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്താനേ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നതാണ് പ്രധാനമായ ഒരു ചോദ്യം. ഇതിനെല്ലാം ഇടയിലൂടെ ഒരു കാര്യം പറയാതെയും വയ്യ. വലിയ തോതിൽ ശ്രദ്ധ ആകർഷിക്കുകയാണ് ഈ അഭിമുഖം എന്നത്. PR വർക്ക് എന്നൊക്കെ പറയുമ്പോഴും ലക്ഷ്യം എന്താണോ അതിനെ മനോഹരമായി അവതരിപ്പിക്കുക എന്നത് ഒരു കഴിവ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതിൽ ഈ അഭിമുഖം വിജയിച്ചു എന്നതും ഒരു വാസ്തവമാണ്.